ഫോർത്ത് ജനറേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയിയുടെ സഹായമില്ലാതെ, ഏജൻസിയുടെ സഹായമില്ലാതെ, ഫ്രീലാൻസറുടെ സഹായമില്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഫോർത്ത് ജനറേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് ജനറേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് രണ്ട് എലമെന്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എലമെന്റ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ. ഇതിൽ ടെക്നിക്കൽ എലമെന്റ് വർക്ക് ചെയ്യുന്നത് ടൂൾ ബേസ്ഡ് ആയിട്ടാണ്. ടൂൾ ബേസ്ഡ്. ഇംപ്ലിമെന്റേഷൻ എലമെന്റ് വർക്ക് ചെയ്യുന്നത് ലോജിക് ബേസ്ഡ് ആണ്. ടൂൾ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്. ഇപ്പൊ നമുക്കൊരു ഇമേജ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ആഡ് പ്ലേസ് ചെയ്യണം, ഇതിനൊക്കെ നമുക്ക് ടൂളുകൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് ടൂൾ ബേസ്ഡ് ആണെന്ന് പറയുന്നത്. ടെക്നിക്കൽ എലമെന്റ്സ് എല്ലാം ടൂൾ ബേസ്ഡ് ആണ്. ലോജിക് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ലോജിക് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് തീർച്ചയായിട്ടും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ. ഈ ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. ആ ഒരു മോഡൽ പ്രിപ്പറേഷൻ പോലുള്ള ആക്ടിവിറ്റീസ് ആണ് ലോജിക് ബേസ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു സെഷനിലൂടെ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് ഓണർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ എലമെന്റും ഇംപ്ലിമെന്റേഷൻ എലമെന്റും പ്രോപ്പർ ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യണം. ഇവിടെ ഫോർത്ത് ജനറേഷൻ ഒരു ഏരിയാസിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയാസിൽ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാൻ പവർ, അതായത് ഏജൻസി, ഫ്രീലാൻസേഴ്സ്, എംപ്ലോയീസ് ഒക്കെ നമുക്ക് ആവശ്യം വരുന്നത്. ഫോർത്ത് ജനറേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഏരിയാസിലുള്ള 90% വരുന്ന മാൻ പവറും ഒരു ബിസിനസ്സുകാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓട്ടോമേഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ AI ഏജന്റിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു ഏരിയാസ് നമുക്ക് ഒത്തിരി പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ പരിശീലനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഒരു ടെക്നിക്കൽ ഏരിയാസ് അല്ലെങ്കിൽ ടെക്നിക്കൽ എലമെന്റിൽ 90% എങ്ങനെ മാൻ പവർ ഉപയോഗിക്കാതെ ചെയ്യാം. രണ്ടാമത് വരുന്നത്, ₹1 നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ₹3 എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പരിശീലന അടുത്ത ഘട്ടം. ഇതാണ് നമ്മുടെ ലോജിക്കിന്റെ പാർട്ടിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വെറുതെ റെക്കോർഡ് ക്ലാസ് തന്ന് പോവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പരിശീലനത്തിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഏരിയാസിന് വേണ്ടി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും വരുന്നത്. പക്ഷെ ലോജിക് ഏരിയാസിന് വേണ്ടി പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിലെ ആ ഒരു ഏരിയാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏരിയാസ് ആണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. 3 to 6 monthസിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു ഏരിയാസ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി വരുന്ന കോസ്റ്റ്, മാൻ പവറിന് വേണ്ടി വരുന്ന കോസ്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഫോർത്ത് ജനറേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മുടെ പരിശീലനത്തിൽ ബിസിനസ് ഓണേഴ്സിനും മാത്രമാണ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ താല്പര്യമുള്ള ബിസിനസ് ഓണേഴ്സ് മാത്രം താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ പരിശീലനത്തിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.